വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ അനാലിസിസിലെ എക്സ്ട്രാ 10 ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇപ്പം നമുക്കറിയാലോ, ഈ HST ആയിക്കോട്ടെ, സെറ്റ് എക്സാം ആയിക്കോട്ടെ, മാത്സ് റിലേറ്റഡ് ആ കൺസെപ്റ്റൊക്കെ നമ്മുടെ തലയിൽ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വായിച്ചാലോ ഒന്നും പോരാ, നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോസൊക്കെ അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ദെൻ ആൻസേഴ്സുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ലെബസ്ക്യൂ മെഷർ, അതുപോലെ തന്നെ റിയൽ അനാലിസിസിൽ വരുന്ന കുറച്ച് തിയറംസൊക്കെ കൂടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ചോദ്യത്തേക്ക് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, let the middle value middle number of the three distinct real numbers a, b and c be the mid value of a, b, c, then mid value of a, b, c equals. ഇപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് എടുത്തു. അപ്പം അതിൻ്റെ മിഡിലിൽ എടുക്കുന്ന വാല്യൂ എന്താണ്? ബി. അപ്പം നമ്മൾ ഈ ഓപ്ഷൻസിൽ അത് കറക്റ്റ് ആണോ എന്ന് നോക്കും അല്ലേ. അപ്പം നമ്മൾ ഓപ്ഷൻസ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഓഫ് എ ബി, ഇപ്പോൾ എയുടെയും ബിയുടെ മാക്സിമം എടുക്കാൻ സാധ്യത ബി ആണ്. മിനിമം ഓഫ് ബി സി അതിൽ ബി ആണ്. മിനിമം ഓഫ് എ സി അതിൽ എ ആണ്. ഓക്കെ, അതിൻ്റെ മിനിമം എടുക്കാന്ന് വെച്ചാൽ എന്താണ് കിട്ടുന്നത്? ഇതിൻ്റെ മിനിമം എടുക്കാന്ന് വെച്ചാൽ അത് എ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ എല്ലാന്ന് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ മാക്സിമം ഓഫ് എ ബി, ഇതിൻ്റെ മാക്സിമം ബി ആണ്. മാക്സിമം ഓഫ് ബി സി ഇതിൻ്റെ സി ആണ്. മാക്സിമം ഓഫ് എ സി അതിൽ മാക്സിമം വാല്യൂ ഏതാണ്? സി. അപ്പോൾ അതിൻ്റെ മിനിമം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് അതിൽ മിനിമം വരുന്നത് ബി ആണല്ലോ. അപ്പോൾ ബി കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇവിടെ കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ മറ്റു ഓപ്ഷൻസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഓപ്ഷൻ ബി കിട്ടിയ സ്ഥിതിക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തേക്ക് പോകാം. Let xn be a sequence of real numbers, then xn has a subsequence which is മോണോട്ടോൺ ആണോ, ബൗണ്ടഡ് ആണോ, ക്രോഷ്യൻ ആണോ, കൺവേഴ്സൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ 2 തിയറംസ് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. അതാണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോളൂ കേട്ടോ. അതുപോലെ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം, 2 തിയറംസ് ആണുള്ളത്. അപ്പോൾ ഈ 2 തിയറംസ് വെച്ചിട്ട് നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എഴുതുന്നത് കേട്ടോ, മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം. അപ്പോൾ എന്താണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എന്നാണ് പറയുന്നത്? every bounded sequence in R has a convergent subsequence. Say convergent subsequence. ഇതാണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത്. മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്ന് പറയുന്നത് എവരി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാവ് മോണോട്ടോൺ സബ്സീക്വൻസ്. അപ്പോൾ ഇതാണ് ഈ 2 തിയറംസ്. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം പറയാമല്ലോ, മോണോട്ടോൺ സബ്സീക്വൻസ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ളത് എന്തുകൊണ്ട്? ഇപ്പോൾ സീക്വൻസ് ആസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൺവേർജൻറ്റ് പോയി ക്ലിക്ക് ചെയ്യേണ്ട. കാരണം ഇത് വെറും സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സാണ്, ഇത് ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സീക്വൻസ് ഞാൻ n എന്നെടുത്തു. അത് ബൗണ്ടഡ് ആണോ? അല്ല. n ലാർജർ വാല്യൂസിന് ഈ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇത് ഇറ്റ്സ് നോട്ട് ബൗണ്ടഡ്. അതുപോലെ തന്നെ കൺവേർജൻ്റ് ആണോ? ഇറ്റ്സ് നോട്ട് കൺവേർജൻ്റ് അല്ലേ. ഇത് ലിമിറ്റ് എടുത്താൽ ഇറ്റ്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഇറ്റ്സ് നോട്ട് കൺവേർജൻ്റ്. അതുപോലെ തന്നെ കോഷ്യൻ ആണോ? കൺവേർജൻ്റ് ആകണം കോഷ്യൻ ആണെങ്കിൽ. അപ്പോൾ അതുമല്ല. അപ്പോൾ നമ്മുടെ മോണോട്ടോൺ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. Consider the following statement. There is a continuous map from 0, 1 closed interval 0, 1 on to open interval 0, 1. There is a continuous map from 0, 1 on to 0, 1. Okay, ഈ കേസിൽ നോക്കാം.
അപ്പം ഇതിൻ്റെ നോക്കിയേ, ഇതിൽ 0 1 ഇപ്പം നമുക്ക് 0 1 ഓപ്പൺ ടു ഓപ്പൺ എന്താണ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് 0യും 1ഉം ആണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്തൂടെ, ഇതിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിലും ഇതിനെ നമുക്ക് ഈ 0യും 1 ഇതിൻ്റെ ഓപ്പൺ ഇൻ്റർവെല്ലിലോട്ട് ഇതിനെ മാപ്പ് ചെയ്തൂടെ, ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ എൻഡ് പോയിന്റ്സിനും കറസ്പോണ്ടിങ് ഇമേജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കണ്ടുപിടിക്കാമല്ലോ. സോ ഇത് എന്താണ് ഈ ഒരെണ്ണം കണ്ടിന്യൂസ് മാപ്പ് ഇത് എക്സിസ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ 0 1 ഓൺ ടു 0 1. അപ്പം നമുക്ക് ഓൺ ടു എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഇപ്പോൾ ഈ ഓപ്പൺ ഇൻ്റർവെൽസിന് കറസ്പോണ്ടിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടെത്താം. ഓപ്പൺ ഇൻ്റർവെൽ 0 1 കറസ്പോണ്ടിങ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ നമുക്ക് പ്രീ ഇമേജ് കണ്ടെത്താം. പക്ഷേ ഇവിടെ നോക്കിയ എൻഡ് പോയിന്റ്സ് 0 1 ആണ്. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് തിരിച്ച് പ്രീ ഇമേജ് കണ്ടെത്താൻ പറ്റത്തില്ല. കണ്ടെത്താം എങ്ങനെ? ഒന്നെങ്കിൽ 0 1 0 1 ഒരു സൈഡായിരിക്കും ക്ലോസ്ഡ്, മറ്റേ സൈഡ് ഓപ്പൺ. ആ ഒരു ടൈപ്പിലുള്ള കണ്ടിന്യൂസ് മാപ്പുകൾ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓപ്പൺ ടു ഓൺ ടു ക്ലോസർ എന്നുള്ള ടൈപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഓൺലി എ ആണ് ട്രൂ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ f of x equal to x sin 1 by x if 0 less than x less than or equal to 1. 0 if x equal to 0, then which of the following statement is true? താഴെ കൊടുത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. എഫ് റൈമാൻ ആണോ, അതോ എക്സ് ഈക്വൽ ടു 0 അല്ലാതെ കണ്ടിന്യൂസ് അല്ലേ, ഈ കാര്യങ്ങളൊക്കെയാണോ നോക്കേണ്ടത്. അപ്പം എന്താണ് റൈമാൻ ഇൻ്റഗ്രബിൾ? ജസ്റ്റ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ. ഇപ്പോൾ റൈമാൻ ഇൻ്റഗ്രബിളിൻ്റെ കേസ് പറയാം. റൈമാൻ ഇൻ്റഗ്രബിൾ എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ 0 1. ഇവിടെ തന്നിട്ടുള്ളത് 0 1 അല്ലേ. ഓക്കെ, 0 1 ഈസ് റൈമാൻ ഇൻ്റഗ്രബിൾ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവരിവർ. അതെല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിലാണ് ആ ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ sin 1 x sin 1 by x ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1/x എന്ന് പറയുന്നത് -1നും 1നും ഇടയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? x sin 1/x എന്ന് പറയുന്നത് -xനും എക്സിനും ഇടയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്കിവിടെ കിട്ടി x sin 1/x എന്ന് പറഞ്ഞാൽ ലെസ് ആൻ ഓർ ഈക്വൽ ടു mod x. ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഈ ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അപ്പോൾ ബൗണ്ടഡ് ആണ്. ഇനി അത് കണ്ടിന്യൂസ് ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇല്ല, കണ്ടിന്യൂസ് ആണോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഒരു പോയിന്റിൽ എക്സ് ഈക്വൽ ടു എയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയാൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ എന്താണ്? 0 എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ഇതാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സൈൻ 1/x ക്ലിയർലി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് എന്താന്ന് പറയാം? റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം. ഓപ്ഷൻ എ ഇവിടെ ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എന്തുകൊണ്ട് ട്രൂ ആയില്ല എന്നും കൂടി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തന്നെ കണ്ടു അല്ലേ, എഫ് ആ 0യിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം.
പിന്നെ എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ, അതേ വരുന്നു ബൗണ്ടഡ് വേരിയേഷൻ. എന്താണ് ഈ ബൗണ്ടഡ് വേരിയേഷൻ? ബൗണ്ടഡ് വേരിയേഷൻ ഇപ്പോൾ ഡെഫിനീഷൻ വെച്ച് പറയുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെഫിനിഷൻ പ്രത്യേകിച്ച് കത്തണമെന്നൊന്നുമില്ല. എഫ് ഓൺ എ ബി ബൗണ്ടഡ് വേരിയേഷൻ ആകുന്നത്, വേരിയേഷൻ if total variation of f on AB is finite. ഈ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എഴുതുന്നത്. ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഈസ് എ സുപ്രീമം ഓഫ് സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 such that a equal to x naught less than x1 less than etc less than xn equal to b, where supremum taken of a b over all possible partition. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡെഫിനീഷൻ. ഇത് പോട്ടെ, നമുക്ക് ഡെഫിനീഷൻ അല്ലാണ്ട് കത്തണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു പെൻ എടുത്തു, നമ്മുടെ കയ്യിലൊരു പെന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പെൻ വെച്ചിട്ട് ഗ്രാഫ് ട്രേസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ ട്രേസ് ചെയ്യണം. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി കുറേ വട്ടം എന്താ പറയുക, കുറേ വട്ടം ജമ്പ് ചെയ്യേണ്ടി വരുന്നു വെക്കാം. അപ്പോൾ കുറേ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഒരു ഗ്രാഫിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ വരുന്നു. ഓക്കെ, ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് ബൗണ്ടഡ് വേരിയേഷൻ ആണ്. ആ ഫംഗ്ഷൻ ആസ് എ ബൗണ്ടഡ് വേരിയേഷൻ എന്ന് പറയാം. ഇപ്പോൾ പെൻ ഓസിലേറ്റ്സ് ഇൻഫിനിറ്റ്ലി, ഇങ്ങനെ മുകളിലോട്ടും മടിയിലോട്ടും ഇൻഫിനിറ്റ്ലി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേരിയേഷൻ അൺബൗണ്ടഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ബൗണ്ടഡ് വേരിയേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, അത് ഫോളോ ചെയ്താൽ മതി. ബൗണ്ടഡ് വേരിയേഷൻ ആണെന്നുണ്ടെങ്കിൽ every monotonic function is bounded variation. ഇതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ absolute continuous function is bounded variation. അതുപോലെ ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ ഈസ് നിയർ എ പോയിന്റ് ഈസ് നോട്ട് ബൗണ്ടഡ് വേരിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗ്രാഫ് നമ്മൾ പെൻ ഉപയോഗിച്ച് ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഇൻഫൈനൈറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഓസിലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിന് ആ ഫംഗ്ഷൻ എന്താണ്, വേരിയേഷൻ എന്താണ്, ഈസ് അൺബൗണ്ടഡ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിന് നോക്കിയേ, ഈ സൈൻ 1/x ഞാൻ പറഞ്ഞു എന്താ, ഈ ഫംഗ്ഷൻ എക്സ് സൈൻ 1/x എന്ന് പറയുന്നത് മൈനസ് എക്സിനും എക്സിനും ഇടയ്ക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ എന്താ, അത് ബൗണ്ടഡ് വേരിയേഷൻ അല്ല. അപ്പോൾ അതും നമുക്ക് ക്യാൻസൽ ചെയ്തു. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ്, ഇപ്പോൾ 0 അല്ലേ, ഇപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് 0, ഇപ്പം നമ്മളത് നോക്കും എങ്ങനെയാണ്, ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0/h. ഓക്കെ, അതായത് എഫ് ഓഫ് എച്ച് എന്ന് പറയുന്ന എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, എച്ച് ഇട്ട് കൊടുക്കുക. അപ്പം എന്ത് വരും, എച്ച് സൈൻ 1/h. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്, അപ്പം അത് വേണ്ട, h. അപ്പം ഇതിൽ നിന്ന് എച്ച് വെച്ചും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ സൈൻ 1/h ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0. അപ്പം നോക്കിയേ, ഇത് എച്ച് ടെൻഡ്സ് ടു 0 കൊടുക്കുമ്പോൾ 1/h എന്ന് പറയുന്നത് ഇസ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ
ഈ സൈൻ 1/h എന്ന് പറയുന്നത് നമുക്കറിയാം, അതും എന്തുതന്നെയാണ്, ഇറ്റ്സ് ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ -1 and 1 അല്ലേ. ഒരു വാല്യൂയിലേക്ക് ഇല്ല. ഇതിപ്പോൾ ഒരു വാല്യൂവിന് നമുക്ക് -1 കിട്ടിയാൽ നെക്സ്റ്റ് വാല്യൂ 1 ആയിരിക്കും. അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നമുക്ക് പറയാം എന്ത്, ലിമിറ്റ് നോട്ട് എക്സിസ്റ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഓപ്ഷൻ എ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ് എഫ് ഫ്രം ഡി ഓൺ ടു ആർ be defined as f of xyz equal to xyz, where d is equal to set of all xyz element of r cube such that x square plus y square plus z square less than 1. ലെറ്റ് പി ഡിനോട്ട് ദ പ്ലെയിൻ. അപ്പോൾ പ്ലെയിൻ ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡി എന്താ വെച്ചാൽ എന്താണ്, 1 ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, യൂണിറ്റ് സ്ഫിയർ ആണ്. അല്ല, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ടെങ്കിൽ അതെന്താണ്, യൂണിറ്റ് സ്ഫിയർ ആണ്. ഇത് നമുക്ക് പ്ലെയിനും തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻ്റഗ്രേഷൻ നോക്കിയാൽ ഡി ഇൻ്റർസെക്ഷൻ പി ആണ്. ഡി അതായത് ഈ യൂണിറ്റ് സ്ഫിയറും പ്ലെയിനും തമ്മിലുള്ള ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ യൂണിറ്റ് സ്ഫിയർ 3D വന്നിട്ടുണ്ട്, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2D. അപ്പോൾ അതിന് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അത് ഒരു 2D ഫോമിലാണ് വരാം, 2 ഡയമെൻഷനിലായിട്ടാണ് വരാം. അപ്പോൾ അതെന്തായിട്ട് വരും, ഒരു ഡിസ്ക് ആയിട്ട് വരും. അതെന്തിൽ കൂടെ പാസ് ചെയ്ത് പോകും. ഇപ്പോൾ ഇത് നോക്കിയാൽ ഇത് ഈ പ്ലെയിൻ പാസിങ് ത്രൂ 0 അല്ലേ. അപ്പോൾ 0 0 0യിലൂടെ പാസ് ചെയ്ത് പോയില്ലേ. അപ്പോൾ ബോത്ത് ആർ പാസിങ് ത്രൂ 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ഇൻ്റർസെക്ഷൻ പി എന്ന് പറഞ്ഞാൽ ലൈൻ ഫ്ലാറ്റ് ഓൺ ദ പ്ലെയിൻ ആയിട്ട് യൂണിറ്റ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിസ്ക് ആയിരിക്കും ഡി ഇൻ്റർസെക്ഷൻ പി. അപ്പോൾ ആൻഡ് ഓൾസോ ഡിസ്ക് ആണ്. അപ്പോൾ അത് സിമെട്രിക് എബൌട്ട് ഒറിജിൻ വരും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഈ സിമെട്രിക് റീജിയൻസിൽ ഒരു കാര്യമുണ്ട്. സിമെട്രിക് റീജിയൻസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഡ് ഫങ്ഷൻസ് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രലിൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഈ ഫങ്ഷൻ ഓഡാണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എടുത്തു. ഈ ഫങ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓഡാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് -x ഇൻറ്റു -y ഇൻറ്റു -z. ഇപ്പം എന്ത് കിട്ടി, -(x,y,z) അതായത് എന്താ, -f(x,y,z). അപ്പം ഇതെന്താണ്, ഇറ്റ്സ് ആൻ ഓഡ് ഫങ്ഷൻ. അപ്പോൾ ഇത് ഓഡ് ഫങ്ഷനാണ്, അത് സിമെട്രിക് എബൌട്ട് ഒറിജിനും കൂടിയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇതിൻ്റെ ഈ ഒരു വാല്യൂസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ആർ മ്യൂ വിത്ത് Lebesgue measure space. Define p of a equal to integral over af of x d mu, where f of x define ചെയ്തിട്ടുണ്ട് sin x if 0 less than or equal to x less than or equal to 2pi 0 otherwise. ഇത് മെഷർ ആണോ സൈനഡ് മെഷർ ആണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ മെഷർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, മെഷർ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ സൈനഡ് മെഷർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. അപ്പം മെഷറിൻ്റെ കേസ് ആദ്യം പറയാം. മെഷർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ നമ്മളത് മെഷർ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെഷറും കൂടി പറഞ്ഞുതരാം. മ്യൂ എന്ന് പറയുന്നത് ഒരു സെറ്റിൽ നിന്ന് 0,∞. അപ്പം ഇതെന്തായിരിക്കും, അപ്പം മ്യൂ ഓഫ് എ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആകും, ആൻഡ് മ്യൂ ഓഫ് ഐ ഈക്വൽ ടു 0 ആൻഡ് കൗണ്ടബിളി അഡിക്റ്റീവ് അല്ലേ, കൗണ്ടബിൾ അഡിക്റ്റീവ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതെന്നുള്ളത്. കൗണ്ടബിൾ അഡിക്റ്റീവ് എന്താണെന്നറിയാലോ, എന്താ മ്യൂ ഓഫ് യൂണിയൻ
എ ഐ ഈക്വൽ ടു സമ്മേഷൻ മ്യൂ ഓഫ് എ ഐ എന്നുള്ളത്. ഇതാണ് കൗണ്ടബിൾ അഡിറ്റീവ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മെഷർ എന്ന് പറയാം. ഇനി ഇപ്പം ഇത് വെച്ച് നോക്കുക. ഇപ്പം ഇതിൽ എന്താ ഇവിടെ വി ഓഫ് എ, ഈ വി ഓഫ് ഈ വി മെഷർ ആണോ നോക്കണം. അപ്പോൾ വി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താ സൈൻ എക്സിൻ്റെ വാല്യൂസ് ആണ് 0യിൽ നിന്ന് 2π. ഓക്കെ, ഈ സൈൻ എക്സ് എന്ന് പറയുന്നത് -1നും 1നും ഇടയിൽ വരുന്നതാണ്. അപ്പോൾ ഈ പൈ ടു പൈ 2πയിൽ ഈ സൈനിൻ്റെ വാല്യൂസ് എന്താണ്, നെഗറ്റീവ് അല്ലേ. ഇപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് സൈൻ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇത് മെഷർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, നോൺ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് മെഷർ എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അത് ഫോൾസ് ആണ്. ഓക്കെ, സെക്കൻഡ് നോക്കാം. വി ഈസ് എ സിഗ്നൽ മെഷർ. അപ്പോൾ സൈൻ്റെ മെഷർ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ സൈനഡ് മെഷർ എന്ന് പറഞ്ഞാൽ അത് എന്തുണ്ടാവും, നെഗറ്റീവ് വാല്യൂസും കൂടി അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൈനഡ് മെഷർ. ഓക്കെ, മെഷർ അതിൽ നെഗറ്റീവ് വാല്യൂസ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈനഡ് മെഷർ. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് അലോ ചെയ്യുന്നുണ്ട് അല്ലേ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഫോളോയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് വി എന്ന് പറയുന്ന സൈനഡ് മെഷർ എന്ന് പറയാം. അടുത്ത ചോദ്യം, let V be the signed measure. Okay, signed measure on Xm. Let P be the positive set and N be the negative set. ഇതിൽ പോസിറ്റീവ് സെറ്റ് എന്താണ്, നെഗറ്റീവ് സെറ്റ് എന്താണ് എന്നറിയണമല്ലോ. പോസിറ്റീവ് സെറ്റും നെഗറ്റീവ് സെറ്റും. ഇപ്പോൾ പോസിറ്റീവ് സെറ്റ് എന്ന് പറഞ്ഞാൽ for every measure set measurable subset E subset of P, we have V of E greater than or equal to 0. പോസിറ്റീവ് ആയിരിക്കും, അത്രേ ഉള്ളൂ. മെഷർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഫോർ എവരി സബ്സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് ഫോർ എവരി മെഷറബിൾ സബ്സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് എൻ നെഗറ്റീവ് സെറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നിലെ മെഷറബിൾ സബ്സെറ്റുകൾ എടുത്താൽ വി ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടെണ്ണം. അപ്പോൾ ഇത് വി എന്ന് പറഞ്ഞാൽ സൈനഡ് മെഷർ, പി എന്ന് പറയുന്നത് ഇത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ പി ഇൻ്റർസെക്ഷൻ എൻ, ആ പി ഇൻ്റർസെക്ഷൻ എൻ. അപ്പോൾ ഇത് നോക്കിയാൽ ഇപ്പോൾ ഈ സബ്സെറ്റ് ഓഫ് പി ആണെങ്കിൽ ഇറ്റ്സ് മെഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ ഈ സബ്സെറ്റ് ഓഫ് എൻ എങ്കിൽ വി ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ പി ഇൻ്റർസെക്ഷൻ എന്നിൽ ഇ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഇ എന്തായിരിക്കും, ഈ സബ്സെറ്റ് ഓഫ് പി ഇൻ്റർസെക്ഷൻ എൻ ഈ വി ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്, അത് പിയിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0, എന്നിലാണെങ്കിൽ ലെസ് ദാൻ 0. ഇപ്പോൾ രണ്ടും കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, വി ഓഫ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയെങ്കിൽ പി ഇൻ്റർസെക്ഷൻ എൻ എന്ന് പറയുന്നത് ഈസ് എ നൾ സെറ്റ്. ഓക്കെ അല്ലേ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, in which of the following subsets of R has a non-zero Lebesgue measure? അപ്പോൾ Lebesgue measure non-zero ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കണ്ടെത്തണം.
അപ്പോൾ ഒരൊറ്റ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, കൗണ്ടബിൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ മെഷർ 0 ആയിരിക്കും. ഓക്കെ, കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും. പിന്നെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇപ്പോൾ n+1/n, ഇപ്പോൾ ഞാനതൊന്ന് എഴുതാണെങ്കിൽ 0 1 അല്ല 1+1/1, 2+1+1/1, 2+1/2, 3+1/3 ഇങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് ഇതെന്തായാലും എന്ത് ചെയ്യാം, ഇത് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊരു കൗണ്ടബിൾ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ മെഷർ എടുത്താൽ നമുക്ക് എന്താണ് 0 ആണ് വരിക. പിന്നെ കാൻഡർ സെറ്റ് അൺകൗണ്ടബിൾ ആണെന്നറിയാം, പക്ഷേ കാൻഡർ സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് അത് 0 ആണ്. അത് പഠിച്ചു വെക്കാം കേട്ടോ. കാൻഡർ സെറ്റ് അതുപോലെ കൗണ്ടബിൾ സെറ്റ് ഇതിനൊക്കെ മെഷർ 0 ആണ്. പിന്നെ a+b√2, അപ്പോൾ അത് എയും ബിയും എടുത്തിട്ടുള്ളത് ക്യൂ റാഷണൽ ആണ്. ഇതെന്താണ്, കൗണ്ടബിൾ ആണ്. അപ്പോൾ ആ എ ബിയും അതിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്കത് കൗണ്ടബിൾ എന്ന് പറയാം. പിന്നെ സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ക്യൂ ഇൻ ആർ. ഇപ്പോൾ നോക്കിയേ, ഈ ആറിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് ക്യൂ വരുന്നത്. അപ്പോൾ ഏതൊരു ക്യൂവിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ട് ആറിലെ എലമെൻറ്റ്സ് വരാം. സോ നമുക്ക് പറയാം ഈ ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ആറിൻ്റെ എല്ലാ പോയിന്റ്സുമാണ്. എല്ലാ പോയിന്റ്സും എന്ത് തന്നെയാണ്, ക്യൂയുടെ ലിമിറ്റ് പോയിന്റ് ആണ്. അല്ല, ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു പോയിന്റെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഈ ക്യൂവിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ അടുത്തായിട്ട് 6 ഉണ്ടായിരിക്കുമല്ലോ. സോ സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 6. ഓക്കെ, ഈ 6 എന്ന അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ഇത് നോൺ സീറോ ലെബസ്ക്യൂ മെഷറാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അൺകൗണ്ടബിൾ സെറ്റിന് നോൺ സീറോ ലെബസ്ക്യൂ, അതായത് ഇൻഫൈനൈറ്റ് ലെബസ്ക്യൂ മെഷറാണ് ഇതിനുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ലെറ്റ് be sigma field of subsets of R generated by AB such that A, B element of R. Which of the following is not true? ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സിഗ്മ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോറൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ ബോറൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെൽസിൽ നിന്ന് ഒരു ഓപ്പൺ ഇൻ്റർവെൽ R, അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സബ്സെറ്റുകളെയും കളക്ഷനാണ് നമ്മൾ ബോറൽ ഫീൽഡ് ഓഫ് ബോറൽ സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തായാലും ഓൾ ഓപ്പൺ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സെറ്റ്സ് എന്തായാലും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ കൗണ്ടബിൾ സെറ്റുകൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ മെനി അൺകൗണ്ടബിൾ സെറ്റ്സും ഉണ്ടാവും, ബട്ട് നോട്ട് ഓൾ. എല്ലാതും ഉണ്ടാവില്ല, പക്ഷെ കുറേ എണ്ണം ഉണ്ടായിരിക്കും. അതായത് ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതാണ് ബോറൽ സിഗ്മ ഫീൽഡ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ എവരി കൗണ്ടബിൾ സെറ്റ് അടങ്ങിയിട്ടുണ്ടാവും. ഓൾക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഓൾ അൺകൗണ്ടബിൾ സബ്സെറ്റ് ആണോ, ഓൾ ആണോ? അല്ല, എല്ലാതും കണ്ടെയ്ൻ ചെയ്യില്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. പിന്നെ ഇൻ്റർവെൽസ് ഓഫ് ദ ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ അതും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, consider the following set function mu on a sigma field as mu of A equal to 0 if A is empty, 1 if A is non-empty and finite, equal to infinity if A is infinite.
then mu is not monotone, not sigma additive, is finite, is a measure. അപ്പോൾ ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മോണോട്ടോൺ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? മോണോട്ടോൺ അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ മ്യൂ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മോണോട്ടോൺ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ എന്താ എ ഇൻഫൈനൈറ്റ് എടുത്തു. എ ഇൻഫൈനൈറ്റ് എടുത്താൽ എന്താ വരണേ? എ ഇൻഫൈനൈറ്റ് എടുക്കുക, ബി എന്ന് പറയുന്നത് എം ടി എടുത്തോ. ഇപ്പം എന്ത് വന്നു? മ്യൂ ഓഫ് എ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്. ഓക്കെ. ഇപ്പോൾ ബി സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ഇപ്പോൾ ബി എന്താ? മ്യൂ ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് വരും? അത് 0. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി വരില്ലേ? ഓക്കെ അല്ലേ? ഇനി അത് വേണ്ട, നമുക്ക് ഒരെണ്ണം എം ടി എടുക്കാം, മറ്റേത് നോൺ എം ടി എടുക്കാം. അങ്ങനെ എടുത്തു നോക്കിയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് മോണോട്ടോൺ ആണെന്ന് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ നോക്കിയാൽ മ്യൂ ഇസ് നോട്ട് സിഗ്മ, മ്യൂ ഇസ് നോട്ട് എ സിഗ്മ അഡിറ്റീവ്. അപ്പോൾ അഡിറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മ്യൂ ഓഫ് യൂണിയൻ എ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ മ്യൂ ഓഫ് എ ഐ വരണം അല്ലേ? ഇപ്പോൾ നമ്മുടെ രണ്ട് സെറ്റ് ഞാൻ എടുക്കുകയാണ്. A1 എന്ന് പറയുന്നത് 1 എടുത്തു, A2 എന്ന് പറഞ്ഞ സെറ്റ് ഞാനിപ്പോൾ 2 എന്ന് പറഞ്ഞു 2 എടുത്തു. സെറ്റ് 1ഉം സെറ്റ് 2ഉം ഇപ്പം രണ്ടും ഫൈനൈറ്റ് ആണ്. ഇപ്പം നമ്മൾ A1 യൂണിയൻ A2 എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 2 എന്ന് വരും. അപ്പം അതിൻ്റെ മ്യൂ ഓഫ് A1 യൂണിയൻ A2 അതെന്താ വരുന്നത്? അത് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 1 എന്ന് പറയാം. ഓക്കെ, ഇനി സമ്മേഷൻ മ്യൂ ഓഫ് AI എടുത്താലോ? അതായത് മ്യൂ ഓഫ് A1 പ്ലസ് മ്യൂ ഓഫ് A2 അതെടുത്താൽ എന്താ വരിക? ബോത്ത് ആർ നോൺ എം ടി ആൻഡ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഓരോന്നിൻ്റെ വാല്യൂസും 1 ആണ്. അപ്പോൾ 1 + 1 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് നോട്ട് എ സിഗ്മ അഡിറ്റീവ് ആണെന്ന് പറയാം. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇനി മ്യൂ ഇസ് ഫൈനൈറ്റ് ആണോ? അല്ല. എ ഇൻഫൈനൈറ്റ് വരുമ്പോൾ മ്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരുന്നുണ്ട്, അപ്പോൾ ഫൈനൈറ്റ് അല്ല. പിന്നെ മെഷർ ആണോ? നോട്ട് എ സിഗ്മ അഡിറ്റീവ് എന്ന് പറയുന്നു, അങ്ങനെയെങ്കിൽ അത് മെഷർ ആവോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.